ഹായ് ഹലോ ക്ലെൻസ് ഓർഗാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സാഫ്രോണിൻ്റെ ഒരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. സാഫ്രോണിൻ്റെ എസൻസ് ബേസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 340 ഗ്രാം എടുത്തിരിക്കുന്നുണ്ട് കേട്ടോ, മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. വിറ്റാമിൻ എയുടെ ക്യാപ്സ്യൂള്, പിന്നെ നമ്മൾ ഇതിൽ മറ്റേ കുങ്കുമപ്പൂവ് നമ്മൾ ഓൾറെഡി നമ്മൾ ഗ്ലിസറിലും റോസ് വാട്ടറിലായിട്ട് ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കുറച്ചധികം സമയം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബേസ് എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുകയാണ്. ഡബിൾ ബോയിൽ മെത്തേഡിൽ തന്നെ ബേസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ ഗ്ലിസറിലും മാത്രമായിട്ട് ഇട്ട് വയ്ക്കാം, ഇല്ലെങ്കിൽ റോസ് വാട്ടറിൽ മാത്രമായിട്ട്. ഇത് ഞാൻ എന്തായാലും അതിലേക്ക് ചേർക്കുന്നുള്ളൂ, നമ്മൾ ബേസിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിൻ്റെ രണ്ടും കൂടിയിട്ട് ചേർത്ത് അതിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് രാവിലെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സോപ്പ് ചെയ്യണത് വൈകുന്നേരം നേരത്താണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വേറൊരു കോസ്മെറ്റിക് കളറോ ഫുഡ് കളറോ ഒന്നും ചേർക്കണമൊന്നുമില്ല. ബേസ് മെൽറ്റായി വന്നപ്പോൾ നമുക്ക് ആ ലിക്വിഡ് അതിലേക്ക് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിത് വേണമെങ്കിൽ മെൽറ്റായതിന് ശേഷം നമ്മൾ മോൾഡിലേക്ക് സോപ്പിൻ്റെ ബേസ് മെൽറ്റായത് ചേർക്കുമല്ലോ, അപ്പോഴാണെങ്കിലും നമുക്കിത് ചേർക്കാം കേട്ടോ. ഈ കുങ്കുമപ്പൂവ് നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് നല്ല സ്കിന്നിനും ഉള്ളിലേക്ക് ഇൻറ്റേർണലായിട്ടും കുങ്കുമപ്പൂവ് ഒരുപാട് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഗർഭിണികൾക്ക്, പ്രഗ്നൻസ് ആയ ലേഡീസിനും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നിറം വയ്ക്കാമെന്നൊക്കെ പറയും. അതുപോലെ തന്നെ നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് സ്മെല്ലും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. 100 ഗ്രാമിൻ്റെ മോൾഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിറച്ചൊഴിക്കുന്നില്ല, ഒരു 90 ഗ്രാമിനുള്ള ഒരളവിനാണ് കേട്ടോ നമ്മൾ ഒഴിക്കുന്നത്. നമ്മളോട് കസ്റ്റമർ 90 ഗ്രാമിൻ്റെ സോപ്പായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം ആ ഒരു അളവിനാണ് നമ്മൾ ഒഴിക്കുന്നത്. ഒരു 3-4 മണിക്കൂറിന് ശേഷം നമുക്കിത് ബേസ് നന്നായി കട്ടിയായി കിട്ടും. അപ്പോൾ നമുക്കത് അൺമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഹാഫും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു മോൾഡിൻ്റെ ഹാഫായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ഒരു 3 മണിക്കൂറിന് ശേഷം തന്നെ അൺമോൾഡ് ചെയ്ത് എടുക്കുകയാണ്. നന്നായി കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാലാവസ്ഥയുടെ തന്നെ നമ്മൾ ബേസ് നന്നായി മെൽറ്റ് ചെയ്യുമ്പോൾ തന്നെ കട്ടിയായി പോകുന്നുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ബേസാണ് നമ്മൾ എടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് ബേസോ പിന്നെ ഫ്രേഗ്രൻസോ സോപ്പൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ആഡ് ചെയ്യാം. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ചാനൽ പുതിയതൊക്കെ ആയിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മളിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്കതൊന്ന് മോൾഡിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്കത് റാപ്പ് വെച്ചിട്ട് ക്ലീൻ ഫിലിം വെച്ചിട്ട് നമുക്കൊന്ന് റാപ്പ് ചെയ്തെടുക്കണം കേട്ടോ. റാപ്പ് ചെയ്ത് നമ്മളൊന്ന് വെയിറ്റും കൂടെ നോക്കി വെക്കുന്നുണ്ട്. ആ ഒരു 2 സോപ്പൊക്കെ ഒരു 90, 93, 94 അളവിനും പിന്നെ പറഞ്ഞാൽ 87 കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 3 സോപ്പിനുള്ളത് നമ്മൾ ചെയ്തു. നിങ്ങൾക്ക് സോപ്പിൻ്റെ മേക്കിംഗ് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ പ്രോഡക്റ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്